बनूंगा, आशीष तुम्हें उसके वचन का पालन करूंगा, उसके मार्गों पर चलता रहूंगा, मेरे प्रभु की सहायता से निश्चय बनूंगा, आशीष तुम्हें उसके वचन का पालन करूंगा, उसके मार्गों पर चलता रहूंगा, यीशु में आशीष रहूंगा, मैं कामों में आशीष पाता रहूंगा, यीशु में ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. വീണ്ടും ഒരു വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിൽ എത്തുവാൻ ദൈവം ഇടയാക്കിയ കൃപയ്ക്കായി നന്ദിയോട് സ്തുതിക്കുന്നു. ഇന്ന് നമ്മൾ പ്രധാനമായും ചിന്തിക്കുവാനായിട്ട് പോകുന്നത് യേശുക്രിസ്തുവിൻ്റെ നാമം ഉച്ചരിക്കുവാനായിട്ട് ലജ്ജിക്കുകയും അത് വലിയ അലർജിയും അതുപോലെ തന്നെ ഭയവുമായിരിക്കുന്ന ചില ഇടയന്മാരെ കുറിച്ചാണ്. അല്ലെങ്കിൽ അവരുടെ ആ ഒരു യേശുക്രിസ്തുവിൻ്റെ നാമത്തെ തള്ളിക്കളയുന്ന ആ പ്രവണതയെക്കുറിച്ചാണ് ഇന്ന് പ്രധാനമായും സംസാരിക്കുന്നത്. ഇന്ന് ഒരു വീഡിയോ കണ്ടുകൊണ്ട് നമുക്ക് തുടങ്ങാം. കുത്തുകൊണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് നിന്നിൽ പ്രവർത്തിക്കുന്നെന്നാണ് അതിൻ്റെ അർത്ഥം. ദൈവാത്മാവ് നിന്നിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. നിന്നെ കർത്താവ് സ്നേഹിക്കുന്നു. നിന്നെ യേശുവിന് ആവശ്യമുണ്ട്. അതുകൊണ്ട് കുത്തുകൊണ്ടെങ്കിൽ നീ മാനസാന്തരപ്പെടണം. ജനം നിലവിളിച്ചുകൊണ്ട് ചോദിച്ചു, സഹോദരന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യണം? അടുത്ത വാക്ക് പത്രോസ് അവരോട്. ആര്? പത്രോസ് അവരോട്. പെന്തക്കോസുകാർ അവരോടൊന്നല്ലോ. ഒന്നാമത്തെ പോപ്പ് അവരോട് എന്ത് പറഞ്ഞു? വായിക്കേ. നിങ്ങൾ മാനസാന്തരപ്പെട്ടു നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പി. നിക്കട്ടെ, പാപങ്ങളുടെ മോചനം വേണോ? എന്ത് ചെയ്യണോന്നാ പത്രോസ് പറഞ്ഞേ? മാനസാന്തരപ്പെട്ട് സ്നാനപ്പെടണം. എന്തിന്? പാപമോചനത്തിനായി. ഇത് തന്നെയല്ലേ ഞങ്ങളും പറയുന്നത്? ഞങ്ങൾ പുതുതായിട്ട് വല്ലതും പറഞ്ഞോ? ഒന്നാമത്തെ പോപ്പ് പറയുകയാണ്, നിങ്ങൾക്ക് പാപമോചനം വേണോ? മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ടോളാൻ. അത് തന്നെയല്ലേ ഞങ്ങളും പറയുന്നേ? വള്ളി പുള്ളി മാറ്റി ഞങ്ങൾ ആരെങ്കിലും പറയുന്നുണ്ടോ? ഉണ്ടെങ്കിൽ പറയാം. വീഡിയോ എല്ലാവരും ശ്രദ്ധിച്ച് കാണുമല്ലോ. നമുക്കറിയാം, ഷിമർകൊല്ലം പാസ്റ്ററാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ഒത്തിരിയധികം വേദ വിപരീതികൾ സംസാരിക്കുന്നതായിട്ട് നമ്മൾ കണ്ടു. അദ്ദേഹം വീണ്ടും ഇന്ന് നമ്മളിപ്പോൾ അദ്ദേഹത്തിനെ പോലെയുള്ള വലിയ വലിയ ഇടയന്മാർ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ദൈവത്തിന്റെ ദാസന്മാരെന്ന് പറയുന്ന ആൾക്കാർ യേശു ക്രിസ്തുവിന്റെ നാമം ഉച്ചരിക്കുവാനായിട്ട് ലജ്ജിക്കുകയും ഭയപ്പെടുകയും. അദ്ദേഹമൊക്കെ ആരെയാണ് ഭയപ്പെടുന്നത് നമുക്കറിയത്തില്ല. അവർ യേശുക്രിസ്തുവിന്റെ നാമം എടുക്കാൻ പോലും അവർക്ക് ലജ്ജയാണ്, നാണക്കേടാണ്. യേശുക്രിസ്തുവിന്റെ നാമം എന്ന് പറയുന്നതിനെക്കാട്ടിൽ അവർക്കെല്ലാം ഇഷ്ടം എന്താണ്? തൃത്വമെന്നും ത്രിയേകമെന്നും ഒക്കെ പറയുമ്പോഴാണ് അവർക്ക് കൂടുതലായിട്ട് അവർക്ക് കൂടുതൽ സന്തോഷം എന്ന് പറയുന്നത്. യേശുക്രിസ്തുവിന്റെ നാമം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ലജ്ജയാണ്. അതുപോലെ തന്നെ കളിയാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് അവരുടെ സംസാരങ്ങൾ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അപ്പം നമ്മൾ ആ വീഡിയോയിൽ തന്നെ ആ ഒരു രീതിയിൽ മാനസാന്തരപ്പെട്ട് സ്നാനപ്പെടണമെന്ന് അദ്ദേഹം പറയുകയാണ്. അവിടെ നിൽക്കട്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബാക്കിയൊന്നും അദ്ദേഹം ആ വീഡിയോയിൽ വിശദീകരിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായ സത്യം എന്ന് പറയുന്നത്. യേശുക്രിസ്തുവിന്റെ നാമത്തെ കാരണം എന്തുകൊണ്ടാണെന്നുള്ള കാര്യം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ചെയ്തിരുന്നു. കാരണം 28:19 അദ്ദേഹം വിശ്വസിക്കുന്നുള്ളൂ. കാരണം 3 പേരും അല്ലെങ്കിൽ 3 വ്യക്തിത്വം അടങ്ങിയിരിക്കുന്ന ദൈവത്തെ മാത്രമേ അദ്ദേഹം വിശ്വസിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം 2:38 വലിയ കാര്യമായിട്ട് എടുക്കുന്നില്ല. അത് എളുപ്പത്തിന് പറഞ്ഞാണെന്നൊക്കെ ആയിരിക്കും അദ്ദേഹം ചിന്തിച്ചു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹം അതിനെ കൂടുതലായിട്ട് വിശദീകരിക്കാൻ പറ്റുകയില്ല. കാരണം അദ്ദേഹം ബൈബിൾ കോളേജിൽ പഠിച്ചിരിക്കുന്നത് അങ്ങനെയായിരിക്കും. അതുകൊണ്ട് ഞാൻ അതിനെ പ്രധാനമായിട്ടും അതിലേക്ക് കിടക്കുന്നില്ല. പക്ഷെ യേശുക്രിസ്തുവിന്റെ നാമം എന്ന് പറയുമ്പോൾ സകല നാമത്തിലും മേലായ നാമം എന്നാണ് ദൈവവചനം പറയുന്നത്. തൃത്വനാമമോ ത്രിയേക നാമമോ അല്ലെങ്കിൽ 3 പേർ കൂടിയ ഏകത്വമോ അല്ലെങ്കിൽ 3 പേർ കൂടിയ ദൈവങ്ങളോ ഒന്നും കൂടിയ ദൈവമൊന്നും അല്ല നമ്മുടെ ദൈവം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു കാര്യവും ദൈവവചനത്തെ പഠിപ്പിക്കുന്നില്ല. അത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ചെയ്തപ്പോഴും ഞാൻ അതിനെക്കുറിച്ച് സംസാരിച്ച കാര്യം തന്നെയാണ്.
യേശു ക്രിസ്തുവിന്റെ നാമത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. പഴയ നിയമത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇസ്രായേൽ ജനത്തെ വിടുവിക്കുവാൻ വേണ്ടി പിതാവായ ദൈവം ഒരു നാമം എടുത്തിരുന്നു, യഹോവ എന്ന നാമം, അല്ലേ? അത് മോശയ്ക്ക് മാത്രമേ ആ നാമം വെളിപ്പെടുത്തിയുള്ളൂ, അബ്രഹാമിന് മുമ്പിൽ വെളിപ്പെട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോ മോശയുടെ മുമ്പിലാണ്. അതെന്തിനാണ് ആ നാമം എടുത്ത്? ജനത്തെ വിടുവിക്കുന്നതിന് വേണ്ടിയാണ് പിതാവായ ദൈവം യഹോവ എന്ന നാമം എടുത്തതായിട്ട് പഴയ നിയമം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. പുതിയ നിയമത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് മത്തായിയുടെ സുവിശേഷം 1:21 നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 1:21, അവൾ ഒരു മകനെ പ്രസവിക്കും, അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കുന്നത് കൊണ്ട് നീ അവന് യേശു എന്ന പേരിടണമെന്ന് പറഞ്ഞു. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, യേശു എന്ന പേർ ഇടണം. എന്തിനാണ്? ജനത്തെ എന്തിനാണ് അവന്റെ തന്റെ ജനത്തെ എന്ത് ചെയ്യണം? പാപങ്ങൾ രക്ഷിപ്പാനിരിക്കുകൊണ്ട്, പാപങ്ങൾ രക്ഷിക്കാനിരിക്കുക. അതാണ് യേശു ക്രിസ്തു എന്ന നാമത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത്. ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് വീണ്ടെടുക്കുവാൻ വേണ്ടി ദൈവം ഒരു നാമം എടുക്കുന്നു, മനുഷ്യനായി ഭൂമിയിൽ ഇറങ്ങി വരുന്നു, അല്ലെങ്കിൽ ജഡത്തിൽ വെളിപ്പെടുന്നു എന്നുള്ളതാണ് അതിനെക്കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പം തൃത്വവിശ്വാസം അനുസരിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ദൈവത്തിൽ എത്ര പേരുണ്ട്? 3 പേരുണ്ട്. അത് അങ്ങനെ ഒരു കാര്യം എന്ത് ചെയ്യുന്നില്ല, ദൈവവചനം പഠിപ്പിക്കുന്നില്ല എന്ന് പറയുന്നത്. ദൈവം എന്താണ്? യെശയ്യാവിന്റെ പുസ്തകം 45-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ യഹോവയായ ദൈവം പറയുന്ന കാര്യമുണ്ട്, എന്നിൽ മറ്റൊരുത്തനില്ല. അപ്പൊ യഹോവയായ ദൈവം പറഞ്ഞു കഴിഞ്ഞു, എന്നിൽ എന്തല്ല? മറ്റൊരുത്തനില്ല. അപ്പൊ മറ്റൊരുത്തനില്ല എന്ന് ദൈവം പറയുമ്പോൾ ഇവിടുത്തെ തൃത്വ പണ്ഡിതന്മാരും യേശു ക്രിസ്തുവിനെ തള്ളിക്കളയുന്ന, അല്ലെങ്കിൽ യേശു ക്രിസ്തുവിന്റെ നാമത്തെ തള്ളിക്കളയുന്ന ഇടയന്മാരും ഒക്കെ വിശ്വസിച്ച് വെച്ചിരിക്കുന്നത് എന്താണ്? 3 പേര് ഉണ്ട്, അല്ലെങ്കിൽ 3 വ്യക്തിത്വങ്ങൾ കൂടിയ. കാരണം 28:19 അങ്ങനെയാണല്ലോ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് അവര് അങ്ങനെ വിശ്വസിച്ച് പോകുന്നു. കാരണം 45:18 യഹോവയായ ദൈവം തന്നെ പറയാം, എന്നിൽ മറ്റൊരുത്തനില്ല. അപ്പൊ എന്നിൽ മറ്റൊരുത്തനില്ല എന്ന് പറയുമ്പോഴത്തേക്കും മനുഷ്യരെല്ലാം കൂടെ ദൈവത്തെ കളിയാക്കുകയാണ്. ദൈവത്തിൽ 3 പേരുണ്ട്. അപ്പൊ ദൈവത്തെ എല്ലാവരോടും എന്ത് ചെയ്യാണ്? കളിയാക്കുന്ന ഒരു പ്രവണതയാണ് അവിടെ കണ്ടുവരുന്നത്, അല്ലേ? പുതിയ നിയമത്തിൽ നിന്നും വളരെ ചിന്തിക്കേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത്, പുതിയ നിയമം വരുമ്പം 3 പേര് ഇനി ഉണ്ടോ, അല്ലേ? 28:19 പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവ്, അതായത് 3 ടൈറ്റിലുകളെയാണ്. പിതാവ് എന്ന് പറയുന്ന ഒരു പേരാണോ? ഒരിക്കലും അല്ല. പുത്രൻ എന്ന് പറയുന്ന ഒരു പേരാണോ? ഒരിക്കലും ഒരു പേരല്ല. അത് ടൈറ്റിലാണത്, അല്ലെ? ഒരു ബഹുമാന സൂചകമാണ്, അല്ലെങ്കിൽ അവരുടെ ആ പദവിയെയാണ് പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവ് എന്ന 3 ഘടകങ്ങളെ കൊണ്ട് നമുക്ക് കാണുവാൻ. ഭൂമിയിലും അങ്ങനെ തന്നെയാണ്. പിതാവ് എന്ന് പറയുമ്പോൾ പിതാവിനൊരു പേരുണ്ട്, അല്ലെ? പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമങ്ങൾ എന്ന് പറഞ്ഞാൽ 3 പേരോ 3 വ്യക്തികളോ അതിൽ ഉൾപ്പെട്ടിരുന്നു എങ്കിൽ അതെന്താണ്? 3 ദൈവങ്ങളോ 3 വ്യക്തികളോ എന്ന് പ്രത്യേകം പറഞ്ഞിരുമായിരുന്നു. പക്ഷേ അപ്പോസ്തല പ്രവൃത്തി 2:38 പരിശുദ്ധാത്മാവിന്റെ വരം ലഭിച്ച പത്രോസ് അപ്പോസ്തലൻ പറയുകയാണ്, യേശു ക്രിസ്തുവിന്റെ നാമത്തിലേ സ്നാനപ്പെടാവുള്ളൂ, അല്ലെ? അതിനുശേഷം പിതാക്കന്മാർ, ഒന്നും അറിയത്തില്ലാത്ത ചില പിതാക്കന്മാർ വന്ന്, അതായത് ഓർഗിൻ, അതുപോലെ തന്നെ തെർത്തുല്യൻ എന്നീ പിതാക്കന്മാർ വന്ന് ദൈവവചനത്തെ തെറ്റിച്ചു. കാരണം ദൈവവചനം എന്താണ് എന്നുള്ള കാര്യം, കാരണം അവരിൽ നിന്നും പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവർ എന്ത് ചെയ്തു? വചനത്തെ തെറ്റിച്ചു. അപ്പൊ വചനത്തെ തെറ്റിച്ചതിന്റെ പരമായി അപ്പോസ്തലന്മാർ പറഞ്ഞതുപോലെ തന്നെ എന്താണ്? ഞങ്ങൾ പോയി കഴിയുമ്പോൾ കള്ളയിടയന്മാർ ഇതിനകത്ത് പ്രവേശിക്കുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സംഭവിച്ചു എന്നുള്ളതാണ് പിന്നീട് അങ്ങോട്ട് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇന്നത്തെ പല പണ്ഡിതന്മാരും പിടിച്ചിരിക്കുന്ന അവരുടെ വാക്കുകളും, അതായത് ഈ പറയുന്ന പാഷാണ്ഡത പറഞ്ഞ പിതാക്കന്മാരെന്ന് പറയുന്ന ആൾക്കാരുടെ വാക്കുകളാണ്. 3 പേരുണ്ടെന്നും 3 ദൈവങ്ങളുണ്ടെന്നും 3 വ്യക്തിത്വങ്ങൾ കൂടിയതാണ് ദൈവം എന്നൊക്കെ അവരാണ് പഠിപ്പിച്ചത്. അപ്പൊ അവരെയാണ് ഇവര് ഇന്നത്തെ ആൾക്കാർ ഫോളോ ചെയ്യുന്നത്. അതായത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു കല്യാണം നടന്നിരുന്നു. ആ കല്യാണത്തില് ഒരു വധുവും വരനും എന്താ പറയുക, അതായത് കല്യാണത്തിന് മുമ്പുള്ള ആ ഒരു സമ്മതം അർഹിക്കുന്ന, അല്ലെങ്കിൽ അവര് യേശുക്രിസ്തുവിന്റെ നാമത്തില് സമ്മതം ചെയ്യുന്ന ഒരു ചടങ്ങിൽ വധു യേശുക്രിസ്തുവിന്റെ നാമത്തെ ഉയർത്തി പറഞ്ഞു. കാരണം അവിടെ
അത് ലീഡ് ചെയ്യുന്ന പാസ്റ്റർ പലപ്പോഴും തൃത്വം ത്രിയേകത്വം എന്ന വാക്കിലൂടെ മാത്രമേ താൻ കല്യാണം കഴിപ്പിക്കുകയുള്ളൂ, യേശു ക്രിസ്തുവിന്റെ നാമം പറഞ്ഞാൽ കല്യാണം കഴിപ്പിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടിയോട് അവിടെ നിന്ന് പ്രതിവാദം നടത്തുകയും പ്രശ്നങ്ങളാവുകയും അങ്ങനെ ആ പെൺകുട്ടിയെ കൊണ്ട് നിർബന്ധിച്ച് തൃത്വവും ത്രിയേകത്വവും പറഞ്ഞ് കല്യാണം നടത്തുകയും ചെയ്ത ഒരു സംഗതി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ അവർക്കെല്ലാം എന്താണ്, യേശു ക്രിസ്തുവിന്റെ നാമം പറയുന്നത് എന്തോ അലർജിയോ അതുപോലെ തന്നെ ലജ്ജയോ ഒക്കെയാണ് അവർക്ക്. അതുകൊണ്ടാണ് അവർ പറയുന്നത് ഞങ്ങൾ തൃത്വത്തിലാണ്, ത്രിയേകത്തിലാണ്. അങ്ങനെ ഒരു കാര്യം ദൈവവചനത്തിലെങ്ങും രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുള്ളത്, അല്ലേ? അപ്പം എത്രയധികം ജനങ്ങളെ ഈ ഇടയന്മാർ പറ്റിക്കുന്നു എന്നുള്ളതാണ്. കാരണം ഇവരൊക്കെ ദൈവത്തിൽ നിന്നുള്ള ഇടയന്മാരാണോ, ദൈവം പറഞ്ഞിട്ട് വന്ന ഇടയന്മാരാണോ? വളരെയധികം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. യേശു ക്രിസ്തുവിന്റെ നാമത്തെ തള്ളിക്കളയുമ്പോൾ ദൈവത്തെ തള്ളിക്കളയുന്ന പോലെ തന്നെയാണ്, യാതൊരു സംശയവും അക്കാര്യത്തിലില്ല. സകല നാമത്തിലും മേലായ നാമമായ യേശു ക്രിസ്തുവിന്റെ നാമം തള്ളിക്കളയുന്നവർ ഇന്ന് ഏറി വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് സഭാപിതാക്കന്മാർ പഠിപ്പിച്ചതും. അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു, പ്രിയ സഹോദരങ്ങളെ. അപ്പൊ യേശു ക്രിസ്തുവിന്റെ നാമം പറയുവാനായിട്ട് അദ്ദേഹം ലജ്ജിക്കുന്നു. ആരാ? ഷമീർ കൊല്ലം മാസ്റ്റർ ആണല്ലോ ഇപ്പം ബെന്തിക്കോസ് സഭയുടെ ഇപ്പോൾ ഭയങ്കര വിശ്വസ്തനായ ഒരു ദൈവദാസ് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന അദ്ദേഹമാണ്. ഇപ്പോൾ എല്ലാവർക്കും അദ്ദേഹം പറയുന്നതാണ് ഇപ്പോൾ എല്ലാവർക്കും കാര്യമായിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനമായ കാര്യം എന്ന് പറയുന്നത്. അപ്പം ഞാനതിൽ നിന്ന് കൂടുതലായിട്ട് വിശദീകരിക്കുന്നില്ല. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനമായ കാര്യം എന്താണ്? യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, യോഹന്നാന്റെ സുവിശേഷം 17:6 നമ്മൾ വായിക്കുന്നു. 17-ാം അധ്യായം 6-ാമത്തെ വാക്യം. 6-ാമത്തെ വാക്യത്തിലേക്ക്, നീ ലോകത്തിൽ എനിക്ക് തന്നിട്ടുള്ള മനുഷ്യർക്ക് ഞാൻ നിന്റെ നാമം വെളിപ്പെടുത്തിയിരിക്കുന്നു, അവർ നിനക്കുള്ളവരായിരുന്നു, നീ അവരെ എനിക്ക് തന്നു, അവർ നിന്റെ വചനം പ്രമാണിച്ചുമിരിക്കുന്നു എന്ന് അവിടെ കാണുന്നു. അപ്പൊ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നീ ലോകത്തിൽ നിന്ന് എനിക്ക് തന്നിട്ടുള്ള മനുഷ്യർക്ക് ഞാൻ നിന്റെ നാമം എന്ത് ചെയ്തിരുന്നു? വെളിപ്പെടുത്തിയിരിക്കുന്നു, അവർ നിനക്കുള്ളവരായിരുന്നു, നീ അവരെ എനിക്ക് തന്നു. അപ്പം യേശു ക്രിസ്തുവിന്റെ നാമം പിതാവിന്റെ നാമം എന്ന് തന്നെയാണ് യേശു ക്രിസ്തുവോട് രേഖപ്പെടുത്തുന്നത്. അപ്പൊ രണ്ടുപേരും ഒന്നാണ് എന്നുള്ള കാര്യം വീണ്ടും നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 8:24 നമ്മൾ വരുമ്പോൾ അവിടെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനമായ കാര്യം 8:24. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, ആകയാൽ നിങ്ങളുടെ പാപങ്ങളിൽ നിങ്ങൾ മരിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഞാൻ അങ്ങനെയുള്ളവനെന്ന് വിശ്വസിക്കാഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. അപ്പൊ നമ്മൾ ഇംഗ്ലീഷ് ബൈബിളിലേക്ക് അതൊന്ന് കണ്ണോടിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുകയാണ്, I said therefore unto you that ye shall die in your sins, for if ye believe not that I am he. ഞാൻ അവനാണെന്ന് നിങ്ങൾ വിശ്വസിച്ചില്ല എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കുമെന്നാണ് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്. മലയാളത്തിൽ എഴുതി വന്നപ്പോൾ ഉള്ള വ്യത്യാസമായിരിക്കാതെ ഞാൻ അങ്ങനെയുള്ളവനാണെന്നുള്ള കാര്യം പറഞ്ഞേക്കുന്നത്. പക്ഷെ ഇംഗ്ലീഷിൽ അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്, ഞാൻ അവനാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ. അതുകൊണ്ടാണ് പറഞ്ഞത്, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു എന്ന് യേശുക്രിസ്തു പറഞ്ഞതിന്റെ പ്രധാനമായ കാര്യം എന്ന് പറഞ്ഞാലും പിതാവും ഒന്നാകുന്നു എന്നാണ് പറയുന്നത്. അപ്പം ഒരേ ഒരാളേ ഉള്ളൂ, ഒത്തിരി പേരൊന്നുമില്ല. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അതിനെ കുറിച്ച് വിവരിച്ചതാണ്. എല്ലാവരിലും വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനും എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവനെന്നാണ്. മൂവർ എന്നൊരു വാക്ക് ഉപയോഗിച്ചിട്ടില്ല എന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ അതിനെക്കുറിച്ച് സംസാരിച്ചായിരുന്നു. നിങ്ങൾ ആ വീഡിയോ കാണുവാണെങ്കിൽ നിങ്ങൾക്കറിയാം. അപ്പോൾ തൃത്വം ത്രിയേകത്വം എന്ന് പറയുന്ന സംഭവങ്ങൾ ബൈബിളിലില്ല. ഇതെല്ലാം എന്ത് ചെയ്യുന്നതാണ്? ഓരോരുത്തരുടെ കൂട്ടിച്ചേർക്കൽ മാത്രമാണ് എന്നുള്ള കാര്യം എന്ത് ചെയ്യുന്നത്? മറന്നു പോകരുത്. അപ്പോസ്തല പ്രവൃത്തികൾ 4:12 നമ്മൾ വായിക്കുമ്പോൾ, അപ്പോസ്തല പ്രവൃത്തികൾ 4:12 നമ്മൾ വായിക്കണം. 4:12 രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്. 12-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, മറ്റൊരുത്തനും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. വളരെ വ്യക്തമായിട്ട് ഇവിടെ എഴുതിയിരിക്കുകയാണ്, വേറൊരു നാമവും ഇല്ലെന്ന്.
ആ നാമത്തെയാണ് ഇപ്പോഴത്തെ ഇടയന്മാരൊക്കെ എന്ത് ചെയ്യുന്നത്, പറയാൻ ലജ്ജിക്കുന്നതും അതൊരു അലർജി ആയിട്ട് തോന്നുന്നതും അതുപോലെ തന്നെ എന്താണ് ഭയക്കുക എന്നത് പറയാനായിട്ട് ഭയമാണ്. അതാണ് ശമീർകൊല്ലം പാസ്റ്റർക്ക് എവിടെ സംഭവിച്ചെന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. അപ്പോ പത്രോസിന്റെ ലേഖനങ്ങൾ കൂടി നമ്മൾ വായിക്കണം. കാരണം യേശു ക്രിസ്തുവിന്റെ നാമം നിമിത്തം കഷ്ടം അനുഭവിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഭാഗ്യവാന്മാരെന്നൊരു കാര്യം പത്രോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട് അല്ലേ. ഇതൊക്കെ ഇന്നത്തെ പല പാസ്റ്റർമാരും വായിക്കേണ്ട ഒരു സംഗതി തന്നെയാണ്. കാരണം അല്ലേ, അതൊക്കെ വായിക്കണം. പലപ്പോഴും അവരാരും വായിക്കുന്നില്ല. ലൂക്കോസിന്റെ സുവിശേഷത്തിലുമുണ്ട് 24-ാം അധ്യായം 47-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോ, ലൂക്കോസിന്റെ സുവിശേഷം 24-47 47-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോ 47-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, അവന്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും യെരൂശലേമിൽ തുടങ്ങി സകല ജാതികളിലും പ്രസംഗിക്കുകയും വേണം എന്നിങ്ങനെ എഴുതിയിരിക്കുന്നു. ആരുടെ നാമത്തിൽ? യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ. മറ്റൊരുത്തനും രക്ഷയില്ലല്ലോ. വേറെ ആരിലാണ് രക്ഷയുള്ളത്? വേറൊരുത്തനും രക്ഷയില്ല. യഹോവയുടെ നാമത്തിലാണോ രക്ഷ? യേശു ക്രിസ്തുവിന്റെ നാമത്തിലാണ് രക്ഷയുള്ളത്. യഹോവയുടെ നാമത്തിലല്ല രക്ഷ. അതും ചിന്തിക്കേണ്ട ഒരു വസ്തുത തന്നെയാണ് അല്ലെ. യേശു ക്രിസ്തുവാണ് നമുക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചത് അല്ലേ. കഷ്ടം അനുഭവിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റത് ആരാണ്? യേശു ക്രിസ്തുവാണ്. അപ്പൊ യേശു ക്രിസ്തുവിന്റെ നാമത്തെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഉയർത്തേണ്ടത്. 14:8 പീലിപ്പോസ് ചോദിക്കുന്ന ഉത്തരത്തിനും യേശു ക്രിസ്തു കൊടുത്ത മറുപടി എന്താ? പിതാവിനെ കാണിച്ചു തരണമെന്ന് പറഞ്ഞത്, ഞാൻ ഇത്രയും നാളും നിങ്ങളുടെ കൂടെ ഇരുന്നിട്ട് നീ എന്നെ അറിയുന്നില്ലേ പീലിപ്പോസ് എന്നാണ് ചോദിച്ചത്. അങ്ങനെ മറ്റൊരാളായിരുന്നെങ്കിൽ അത് മുകളിലാണ്, ഉയരത്തിലാണ്, സിംഹാസനത്തിൽ ഇരിപ്പുണ്ട് എന്ന് പറഞ്ഞതിനുമായിരുന്നു. പക്ഷെ അവിടെ പറയുന്നില്ല, അങ്ങനെ ഒരു കാര്യമേ പറയുന്നില്ല. ഞാൻ ഇത്രയും നാൾ നിങ്ങളുടെ കൂടെ ഇരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലയോ പീലിപ്പോസ് എന്നാണ് ചോദിക്കുന്നത്. ഇതൊന്നും ഇവിടുത്തെ പണ്ഡിതന്മാർക്കും മറ്റു ആളുകൾക്കും എന്ത് ചെയ്യത്തില്ല, ഇതൊന്നും അവരുടെ തലയിൽ കേറത്തില്ല എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇനി നമ്മൾ 1 പത്രോസ് 4-ാം അധ്യായം 14-16 വാക്യങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ, 1 പത്രോസ് 4-ാം അധ്യായം 14-16 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുകയാണ്, ക്രിസ്തുവിന്റെ നാമഹേതുവായി നിന്ന് സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ, മഹത്വത്തിന്റെ ആത്മാവായ ദൈവാത്മാവ് നിങ്ങളിൽ വാസിക്കുന്നുണ്ടല്ലോ. 16-ാമത്തെ വാക്യത്തിൽ ക്രിസ്തുവിനായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലും ലജ്ജിക്കരുത്, ഈ നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയത്രേ വേണ്ടത്. അപ്പൊ ഇന്നത്തെ പ്രവാചകന്മാർക്കും ഇന്നത്തെ ഇടയന്മാർക്കും ഈ ഒരു നാമം ധരിച്ചിട്ട് എന്താണ്, ദൈവത്തെ മഹത്വപ്പെടുത്താനൊന്നും കഴിയുന്നില്ല. അവർക്ക് എന്താണ്, ഈ നാമം പറയുമ്പോൾ ലജ്ജയുണ്ടാകുന്നു, അലർജി ഉണ്ടാകുന്നു, ഭയം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. മറ്റുള്ളവരെ കളിയാക്കുന്നു, അയ്യോ നീ യേശുനാമക്കാരനാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കാനല്ലാതെ ഇന്നത്തെ ഇടയന് ഒരുവിധ കാര്യങ്ങളും ഇല്ല എന്നുള്ള കാര്യമാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത്, ക്രിസ്തുവിന്റെ നാമം ഹേതുവായി നിന്ന് സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ആരാണ്? ഭാഗ്യവാന്മാരാണ് എന്നാണ് വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെയും നമ്മൾ കാണുമ്പോൾ നമ്മൾ മനസ്സിലായിക്കൊണ്ട് ഇവരൊക്കെ യഥാർത്ഥ ഇടയന്മാരാണോ? യേശുക്രിസ്തുവിന്റെ നാമം ലജ്ജയായിട്ട് കരുതുന്നവരെല്ലാം ആരാണെന്നുള്ള കാര്യം നിങ്ങൾ തന്നെ പൂരിപ്പിച്ചു കൊള്ളണം. യേശുക്രിസ്തുവിന്റെ നാമം തള്ളിക്കളഞ്ഞ തൃത്വത്തിന്റെ നാമമാണ് മുകളില്, ത്രിയേക നാമമാണ് വലുതെന്ന് പറയുന്നവരെ സൂക്ഷിച്ചു കൊള്ളണം. കാരണം മേലായ നാമം ഏതാണ്? സകലത്തിലും മേലായ നാമം ഏതാണ്? യേശുക്രിസ്തുവിന്റെ നാമമാണ്. യേശുക്രിസ്തുവിന്റെ നാമം ഏറ്റവും താഴ്ന്നതാണ് എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന ഇടയന്മാരെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണം. കാരണം ഇക്കാലങ്ങളിൽ അത് വളരെയധികം കൂടി വരുന്നു എന്നുള്ള കാര്യമാണ്. യേശുക്രിസ്തുവിന്റെ പേരുച്ചരിക്കാൻ പോലും ഇപ്പോ സ്റ്റേജുകളിൽ പോലും ഉദ്ധരിക്കാൻ പേടിയുള്ള ദേവദാസന്മാരായി പലരും ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. തീർത്ഥം പറയുകയാണെങ്കിൽ വളരെ സന്തോഷമായിട്ട് മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പം നമ്മള് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 27-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരികയാണ്. ഗലാത്യർ 3:27. ഗലാത്യർ 3:27 വരുമ്പോ 27-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അപ്പൊ ക്രിസ്തുവിനോട് ചേരുവാനായിട്ട് തൃത്വത്തിന്റെ സ്ഥാനമാണോ ത്രിയേകത്തിന്റെ സ്ഥാനമാണോ എടുക്കേണ്ടത്?
അല്ല, ക്രിസ്തുവിനോട് ചേരുവാൻ യേശു ക്രിസ്തുവിന്റെ സ്ഥാനം തന്നെ എടുക്കണം. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, ഓരോരുത്തരും അവനവന്റെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും ആരുടെ നാമത്തിൽ സ്നാനപ്പെടണം? യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടണം എന്ന് പറഞ്ഞു. എന്നാലേ പരിശുദ്ധാത്മാവ് ലഭിക്കത്തുള്ളൂ. അല്ലാതെ പരിശുദ്ധാത്മാവ് ലഭിക്കത്തില്ല. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തിയതായിട്ട് അപ്പോസ്തലന്മാർ സ്നാനപ്പെടുത്തിയതായിട്ട് യാതൊരു ചരിത്രങ്ങളിലും ചരിത്രരേഖയിലും ഇല്ല എന്നുള്ളതാണ് ദൈവവചനത്തിൽ ഒരിടത്തും കാണുവാനായിട്ട് സാധിക്കുന്നില്ല. അല്ലെ, ഞാൻ ചില സ്നാനങ്ങൾ കൂടി നമുക്ക് ചിന്തിക്കാം. അതായത് അപ്പോസ്തല പ്രവൃത്തികൾ 8-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, അപ്പോസ്തല പ്രവൃത്തികൾ 8:16 16-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, അന്ന് വരെ അവരിൽ ആരുടെ മേലും ആത്മാവ് വരുന്നില്ല, അവർ കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്നാനമേറ്റിരുന്നതേ ഉള്ളൂ. അതെ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേറ്റുന്നുള്ളൂ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമം എന്നാണ് അവിടെ പറഞ്ഞത്. ആരുടെ നാമം എന്നാണ് പറഞ്ഞത്? കർത്താവായ യേശുവിന്റെ നാമത്തിൽ നിന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തില് സ്നാനപ്പെടുത്തിയത് മത്തായി പറഞ്ഞുവെങ്കിൽ ലൂക്കോസ് പറഞ്ഞു അവന്റെ നാമമെന്ന്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ആദ്യത്തെ പെന്തിക്കോസ്ത് നാളിൽ മത്തായി എവിടെ ഉണ്ടായിരുന്നു? മത്തായിയാണ് 28:19 എഴുതിയിരിക്കുന്നത്. അല്ലെ, ഈയിടെ ആരാണ്ട് പറയുന്നത് കേട്ടു അത് ഇല്ലായിരുന്നു, പിന്നീട് കൂട്ടിച്ചേർത്തതാണ് എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷെ മത്തായി എവിടെ ഉണ്ടായിരുന്നു? അങ്ങനെയാണെങ്കിൽ തന്നെ മത്തായി എവിടെ ഉണ്ടായിരുന്നു? ഈ പെന്തിക്കോസ്ത് നാളിൽ അവിടെ പരിശുദ്ധാത്മാവ് വരുമ്പോൾ പ്രാർത്ഥിക്കുന്നവരുടെ മേല് പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവിടെ മത്തായി ഉണ്ടായിരുന്നു. അല്ലേ, മത്തായി ഉണ്ടായിരുന്നു. മത്തായിക്ക് തിരുത്താമായിരുന്നു പത്രോസിനെ. എന്തുകൊണ്ട് പത്രോസിനെ തിരുത്തിയില്ല? പത്രോസിനെ തിരുത്തിയിട്ടില്ലാത്തിടത്തോളം കാലം നമുക്ക് ഒന്നും അതിനകത്ത് പറയുവാനായിട്ട് സാധിക്കത്തില്ല, പ്രിയ സഹോദരങ്ങളെ. ഇനി നമുക്ക് 10:48 പോകാം. അപ്പോസ്തല പ്രവൃത്തികൾ 10:48 48-ാമത്തെ വാക്യത്തിൽ പത്രോസ് അവരോട് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കാൻ കൽപ്പിച്ചു. അവൻ ചില ദിവസം അവിടെ താമസിക്കണമെന്ന് അവർ അപേക്ഷിച്ചു. അവിടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിലാണ് സ്നാനം കഴിക്കാൻ പറഞ്ഞേക്കുന്നത്. ഇനി 19:5 നമുക്ക് പോകാം. 19:5 19:5 രേഖപ്പെടുത്തിയിരിക്കുന്ന കാഴ്ച എന്ന് പറയുന്നത്, ഇത് കേട്ടാതെ അവർ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേറ്റു. അതിന്റെ സാഹചര്യം എല്ലാവർക്കും അറിയാം. പൗലോസ് അപ്പോസ്തലനാണ് ഇതിന്റെ സാഹചര്യം. അപ്പോസ്തലൻ കൊരിന്തിയിലിരിക്കുമ്പോൾ അപ്പോല്ലോസ് കൊരിന്തിയിലിരിക്കുമ്പോൾ പൗലോസ് ഉൾപ്രദേശങ്ങളിൽ കൂടി സഞ്ചരിച്ചു. എഫെസോസിലെത്തി ചില ശിഷ്യന്മാരെ കണ്ടു. നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു എന്നവരോട് ചോദിച്ചു. പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല എന്നവർ പറഞ്ഞു. എന്നാൽ ഏതായിരുന്നു നിങ്ങളുടെ സ്നാനമെന്ന് അവൻ അവരോട് ചോദിച്ചതിന് യോഹന്നാന്റെ സ്നാനമെന്ന് അവർ പറഞ്ഞു. അതിന് പൗലോസ് യോഹന്നാനെ മാനസാന്തര സ്നാനം കഴിപ്പിച്ചു തന്റെ പിന്നാലെ വരുന്നവനായി യേശുവിൽ വിശ്വസിക്കണമെന്ന് ജനത്തോട് പറഞ്ഞു എന്ന് പറഞ്ഞു. അല്ലെ, ഇത് കേട്ടാലേ അവർ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേറ്റു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോ ദൈവവചനത്തിൽ പറയുന്നതെല്ലാം എന്താണ്? യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നാനത്തെ കുറിച്ചാണ് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. ഇനി അടുത്തത് നമ്മൾ ചിന്തിക്കുമ്പോൾ 1 കൊരിന്ത്യർ 1:13 നമ്മൾ വരികയാണ്. 1 കൊരിന്ത്യർ 1:13 1 കൊരിന്ത്യർ 1:13 വരുമ്പോൾ, ക്രിസ്തു വിഭാഗിക്കപ്പെട്ടിരിക്കുന്നുവോ? പൗലോസ് നിങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. അല്ല, പൗലോസിന്റെ നാമത്തിൽ നിങ്ങൾ സ്നാനമേറ്റുവോ? അപ്പൊ അവിടെ ഒരു നാമം പറയുന്നുണ്ട്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമം എന്നല്ല, അത് അവിടെ യേശു ക്രിസ്തുവിന്റെ നാമം എന്ന് വളരെ വ്യക്തമായിട്ട് എഴുതുന്നു. പൗലോസ് നിങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടിരിക്കുന്നുവോ എന്ന് ചോദിക്കുന്നുണ്ട്.
അപ്പൊ ഇതിന്നെല്ലാം മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? യേശുക്രിസ്തുവിന്റെ നാമത്തിലാണ് സ്നാനം നടന്നത്. അല്ലാതെ ഇവിടെ പറയുന്നത് പോലെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിലാണെങ്കിൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കുകയില്ല, പാപമോചനം ലഭിക്കുകയില്ല. ഇതൊന്നും ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3:17 വരുമ്പോ ആ വാക്യോടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ്. കൊലോസ്യർ 3:17. വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും സകലവും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ചെയ്തു അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ടിരിപ്പിൻ. വാക്കിനാലും പ്രവൃത്തിയാലും എല്ലാം ആരുടെ നാമത്തിൽ ചെയ്യണം? യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ചെയ്യണം. അല്ലാതെ ഈ ഇടയന്മാരെ പോലെ ലജ്ജിക്കുന്നവരായി തീരാതെ യേശുക്രിസ്തുവിന് വേണ്ടി നിൽക്കുന്ന ഒരു തലമുറയായി മാറുവാൻ എല്ലാവരെയും ഈ വീഡിയോ മുഖാന്തരം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഇത് തുടർന്ന് കാണുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.